അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ ഒരു വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കാൻ പറ്റും. ഒരു തെറ്റുമില്ലാതെ ഈ വർഷം നൽകാൻ പറ്റും. സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. അത്രത്തോളം ലളിതമായി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായും ഫിത്ർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത്, ഇതിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്, എപ്പോഴാണ് നൽകേണ്ടത്, ക്യാഷ് കൊടുക്കാൻ പറ്റുമോ, ഒരാളുടെ ഫിത്ർ സക്കാത്ത് എത്ര അരിയാണ് കൊടുക്കേണ്ടത്, മരണപ്പെട്ടവരുടെയും കുട്ടികളുടെയും വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ, പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടത്, ഫിത്ർ സക്കാത്ത് അതാത് നാടുകളിൽ കൊടുക്കണോ മറുനാടുകളിൽ കൊടുക്കാൻ പറ്റുമോ, നിശ്ചിത സമയത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, മുൻകൂറായി ഫിത്ർ സക്കാത്ത് നൽകാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ ലളിതമായ ഒരു വിവരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണല്ലോ സക്കാത്ത് നൽകുക എന്നുള്ളത്. ഈ സക്കാത്ത് പ്രധാനമായും 2 തരത്തിലാണ് വരിക. ഒന്ന് സക്കാത്തുൽ മാല്, മുതലിൻ്റെ സക്കാത്ത്. മറ്റൊന്ന് സക്കാത്തുൽ ഫിത്ർ, ശരീരത്തിൻ്റെ സക്കാത്ത് എന്നും പറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഫിത്ർ സക്കാത്ത്, ഈ ഫിത്ർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമായി മാറുന്നത്? അതായത് ചെറിയ പെരുന്നാളിൻ്റെ ദിനം തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ബാക്കി വെച്ച് മിച്ചം വരുന്ന സ്വത്തുക്കളുള്ള ഏതൊരു വിശ്വാസിക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായി മാറും. ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? പലപ്പോഴും ഈ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള അവകാശികൾ തന്നെ ഇത് കൊടുക്കൽ നിർബന്ധമുള്ളവരായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് നൽകാൻ വലിയ ധനികനാകണം എന്നുള്ള കണ്ടീഷൻ ഇല്ല എന്നുള്ളതാണ്. അതേസമയം കടമുള്ളവരാണെങ്കിൽ ആ കടങ്ങൾ വീട്ടാനുള്ള വഴികളുണ്ടെങ്കിൽ അവരും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. ഇനി ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം. ഫിത്ർ സക്കാത്ത് ചെറിയ പെരുന്നാളിൻ്റെ നിലാവ് കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയം, ഈ സമയത്തിനിടയിലായിട്ടാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. കാരണമില്ലാതെ ചെറിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഫിത്ർ സക്കാത്തിനെ പിന്തിപ്പിക്കുക എന്നുള്ളത് കറാഹത്താണ്. അതേസമയം അയൽവാസിയായ ഒരു അവകാശിയെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബക്കാരനായ ഒരു അവകാശിയെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് ഇതിനെ പിന്തിപ്പിക്കാവുന്നതാണ്. അതേസമയം ചെറിയ പെരുന്നാളിൻ്റെ ദിനം സൂര്യാസ്തമയം കഴിഞ്ഞ് ഇതിനെ പിന്തിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ്. ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പെരുന്നാൾ ദിനത്തിലേതായാലും നമ്മൾ കൊടുക്കണം. ഇനിയൊരാൾ പെരുന്നാൾ ദിനത്തിൽ കൊടുത്ത് വീട്ടിയിട്ടില്ല എങ്കിൽ ചെയ്യേണ്ടത് പിന്നീടുള്ള സമയത്താണെങ്കിലും ഖദാ വീട്ടണം. എത്രത്തോളം എന്ന് വെച്ചാൽ, സമയം നിശ്ചയിക്കപ്പെട്ട ഫർദ് നിസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നീട് അതിനെ ഖദാ വീട്ടൽ നിർബന്ധമാണല്ലോ. അതുപോലെ ഫിത്ർ സക്കാത്ത് ഈ ചെറിയ പെരുന്നാളിൻ്റെ ദിനം ഒരാൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിന് ശേഷമുള്ള സമയമാണെങ്കിലും ഖദാ വീട്ടണം. ആവശ്യം മനസ്സിലാക്കാം. ഇനി അടുത്തത്, ഫിത്ർ സക്കാത്ത് മുൻകൂറായി, അതായത് വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നൽകാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഫിത്ർ സക്കാത്ത് ചെറിയ പെരുന്നാളിൻ്റെ ദിനത്തിന് മുന്നേ, അതായത് റമദാൻ്റെ തുടക്കത്തിലെ റമദാൻ മാസത്തിൽ മുൻകൂറായി നൽകാം. അങ്ങനെ നൽകിയാലും ഒരു കണ്ടീഷൻ ഉണ്ട്. ചെറിയ പെരുന്നാളിൻ്റെ ആ ദിവസം നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകപ്പെട്ട വ്യക്തി, അതായത് നമ്മിൽ നിന്ന് സ്വീകരിച്ച വ്യക്തി ചെറിയ പെരുന്നാളിൻ്റെ ദിനവും അവകാശി തന്നെയായി, സക്കാത്ത് വാങ്ങാനുള്ള അവകാശി തന്നെയായി നിലകൊള്ളണം എന്നുള്ളൊരു കണ്ടീഷൻ അവിടെയുണ്ട്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഫിത്ർ സക്കാത്ത് നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായി വരിക എന്നുള്ളതാണ്. അതായത് സക്കാത്ത് നൽകുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിർബന്ധമായി വരും. ഒന്ന് നിയത്താണ്, രണ്ടാമത്തത് അവകാശികൾക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിത്ർ സക്കാത്തിനു വേണ്ടി നിയത്ത് കരുതേണ്ടത്? ഇത് എൻ്റെ ഫിത്ർ സക്കാത്താകുന്നു, അതല്ല എങ്കിൽ ഇത് എൻ്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്താകുന്നു, ഇത് എൻ്റെ മകളുടെ ഫിത്ർ സക്കാത്താകുന്നു എന്നിങ്ങനെ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട് നിയത്ത് കരുതി നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകാം അവകാശികൾക്ക്.
ഈ നിയത്ത് 2 ഘട്ടങ്ങളിലായി നമുക്ക് നൽകാൻ പറ്റും. ഒന്ന്, ഈ സക്കാത്തിൻ്റെ അവകാശികൾക്ക് ഈ ഫിത്ർ സക്കാത്ത് കൈമാറുന്ന ഘട്ടത്തിൽ നമുക്ക് നിയത്ത് കരുതാം. അതല്ല എങ്കിൽ ഈ ഫിത്ർ സക്കാത്ത് നൽകാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഘട്ടത്തിലും നമുക്ക് നിയത്ത് കരുതാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ, ഒരു വാപ്പ ഭാര്യയുടേത് മക്കളുടേതൊക്കെ കൂടി ഫിത്ർ സക്കാത്ത് നൽകാണ് എങ്കിൽ ഇത് എൻ്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും മേലുള്ള ഫിത്ർ സക്കാത്താകുന്നു എന്ന് പറഞ്ഞ് ആ ഫിത്ർ സക്കാത്തൊക്കെ മാറ്റിവെച്ച് ഓരോന്നിനെയും അവകാശികൾക്കായിട്ട് നൽകാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. 2 ഘട്ടങ്ങളിൽ നിയത്ത് കരുതാം. ഒന്നിരിക്കൽ നമ്മൾ അവകാശികൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ അവകാശിക്ക് നൽകാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഘട്ടത്തിൽ. ഈ 2 ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിയത്ത് കരുതുക. നിയത്താണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി മനസ്സിലാക്കാം, ചിലപ്പോൾ ഗൾഫിലൊക്കെയുള്ള ഭർത്താക്കന്മാർക്ക് അവിടെ ഫിത്ർ സക്കാത്ത് നൽകാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഭാര്യമാരെ കേൾപ്പിക്കുന്നുണ്ടാകും. അങ്ങനെയാവുമ്പോൾ ഇത് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഭർത്താവ് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും മേലുള്ള ഫിത്ർ സക്കാത്താകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാർക്ക് അതിനെ മാറ്റിവെച്ച് അവകാശികൾക്ക് നൽകാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ ഫിത്ർ സക്കാത്തിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ ഫിത്ർ സക്കാത്ത് അവകാശികൾക്ക് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ആരാണ് ഇതിൻ്റെ അവകാശികളായി വരിക എന്നുള്ളത്. സക്കാത്തിൻ്റെ അവകാശികളായി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ 8 വിഭാഗം ആളുകൾ. ആ 8 വിഭാഗം ആളുകളിൽ നിന്ന് ഒരേ വിഭാഗത്തിലേക്കാണ് നമ്മൾ നമ്മുടെ സക്കാത്ത് നൽകേണ്ടത്. അത് ഫിത്ർ സക്കാത്താണെങ്കിലും മുതലിൻ്റെ സക്കാത്താണെങ്കിലും ഈ 8 വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തിലേക്കാണ് നമ്മൾ നൽകേണ്ടത്. ഇനി ഈ 8 വിഭാഗം ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്ന് ഫക്കീർ. ഫക്കീർ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ മുസ്ലിം വിശ്വാസികൾക്കാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അതേപോലെ ഈ സക്കാത്ത് സയ്യിദ് കുടുംബത്തിന് നമ്മൾ നൽകരുത്. സയ്യിദ് കുടുംബത്തിന് നമുക്ക് പറ്റുവാവുന്ന രൂപത്തിൽ ഹദിയകൾ നൽകണം. അവരെ വളരെ നല്ല രൂപത്തിൽ നമ്മൾ പരിഗണിക്കണം. അതേസമയം സക്കാത്ത് എന്നുള്ളത് സയ്യിദ് കുടുംബത്തിന് നൽകരുത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി സക്കാത്തിന് അർഹരായ 8 വിഭാഗം ആളുകൾ. അതിൽ ഒന്നാമത്തെ വിഭാഗം ഫക്കീർ. ഫക്കീർ എന്ന് വെച്ചാൽ പരമദരിദ്രൻ എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ഒരു 100 രൂപ ചെലവ് വേണ്ടിടത്ത് ഒരു 50 അതിൽ താഴെയോ മാത്രം ലഭ്യമാകുന്നവർ. അങ്ങനെ പരമദരിദ്രരായ വിഭാഗം, അവരാണ് ഒന്നാമത്തെ വിഭാഗം ഫക്കീർ. രണ്ടാമത്തെ വിഭാഗമാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് വെച്ചാൽ ഒരു 100 രൂപ ചെലവ് വേണ്ടിടത്ത് ആ 100 രൂപ മൊത്തമായി ലഭ്യമാകുന്നില്ല ഒരു ദിവസം, അതേസമയം ഒരു 90 രൂപകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അതായത് ലഭ്യമാകുന്ന ഒരു തുക തങ്ങളുടെ ചെലവിന് പൂർണ്ണമായും മതിയാകുന്നില്ല. സാധാരണ നമ്മൾ പാവങ്ങൾ, ദരിദ്രർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടും. അത്തരം വിഭാഗമാണ് മിസ്കീൻ. അവരും സക്കാത്തിൻ്റെ അവകാശികളാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായും കാണപ്പെടുന്ന ഒരു വിഭാഗമായിരിക്കും മിസ്കീന്മാർ എന്നുള്ളത്. മൂന്നാമത്തെ വിഭാഗമാണ് കടമുള്ളവർ. അതായത് അനുവദനീയമായ ഒരു കാര്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ട് പിന്നീട് കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ. അവരും സക്കാത്തിൻ്റെ അവകാശികളാണ്. നാലാമത്തെ ഒരു വിഭാഗമാണ് പുതു മുസ്ലിം. അതായത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ. നമ്മൾ അവരിലേക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവരിലുള്ള വിശ്വാസം ദൃഢമാകും. അതല്ല എങ്കിൽ അവരെ കണ്ട് മറ്റുള്ളവരും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അങ്ങനെയാകുമ്പോൾ പുതു മുസ്ലിം അവരും സക്കാത്തിൻ്റെ അവകാശികളാണ്. അഞ്ചാമത്തെ ഒരു വിഭാഗമാണ് വഴിയാത്രക്കാർ. അതായത് സക്കാത്ത് നൽകുന്ന ഒരു നാട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയോ സക്കാത്ത് നൽകപ്പെടുന്ന നാട്ടിലൂടെ യാത്ര കടന്നു പോവുകയോ ചെയ്യുന്ന ആളുകൾ. അവരും സക്കാത്തിൻ്റെ അവകാശികളാണ്. ആറാമത്തെ വിഭാഗമാണ് യോദ്ധാവ്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ. ഏഴാമത്തെ ഒരു വിഭാഗമാണ് മോചന ദ്രവ്യം എഴുതപ്പെട്ട അടിമകൾ. എട്ടാമത്തെ ഒരു വിഭാഗമാണ് സക്കാത്ത് സംബന്ധമായ ജോലികളിൽ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട വ്യക്തികൾ. അവരും സക്കാത്തിൻ്റെ അവകാശികളാണ്. ഈ പറഞ്ഞതിലൊക്കെ സാധാരണഗതിയിൽ ഫക്കീറോ മിസ്കിനോ അല്ലെങ്കിൽ പുതുമുസ്ലിമായ ആളുകളോ അതേപോലെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കടങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളോ നമ്മുടെ നാട്ടിൽ സക്കാത്തിൻ്റെ അവകാശികളായി കാണാൻ സാധ്യതയുള്ള വിഭാഗമാണ്. ആവശ്യം ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള അവകാശികൾക്കാണ് നമ്മൾ നമ്മുടെ സക്കാത്ത് നൽകേണ്ടത്. അടുത്ത വിഷയം, നമ്മളുടെ നാട്ടിലുള്ള അതേ അവകാശിക്ക് നൽകണോ അല്ല മറുനാട്ടിലെ അവകാശിക്ക് നൽകണോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ പെരുന്നാളിൻ്റെ നിലാവ് കാണുന്ന സമയം നമ്മൾ എവിടെയാണോ ആ നാട്ടിലെ അവകാശികൾക്കാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്.
അപ്പോൾ പ്രവാസ ലോകത്തും മറ്റും ജോലി ചെയ്യുന്ന ആളുകൾ അവരുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള അവകാശികൾക്കാണ് അവർ അവരുടെ സക്കാത്ത് നൽകേണ്ടത്. ഒരു പക്ഷേ ദുബായിലും മറ്റുമൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ കൂടെ ജോലി ചെയ്യുന്നവരിലോ അല്ലെങ്കിൽ അവിടെ കൂടെ താമസിക്കുന്നവരിലോ അവകാശികൾ ഉണ്ടാവാം. എങ്കിൽ അവിടുത്തെ അവകാശികൾക്ക് തന്നെയാണ് അവരുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. അതായത് അവിടെ താമസിക്കുന്ന അവകാശികൾക്കാണ് അവർ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഇനി മറ്റു കേരളത്തിലെ തന്നെ വ്യത്യസ്ത ജില്ലകൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അതേപോലെ തന്നെ ബോംബെയിലോ ബാംഗ്ലൂരിലോ അങ്ങനെ ജോലി ചെയ്യുന്നവരാണെങ്കിലൊക്കെ നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ ആ നിലാവ് കാണുന്ന സമയങ്ങളിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ അവകാശികൾക്ക് തന്നെയാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകേണ്ടത്. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേ സമയം ഒരു വിഷയം പ്രത്യേകം മനസ്സിലാക്കാം. അതാത് നാടുകളിൽ ചിലപ്പോൾ അവകാശികളെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പ്രയാസമാകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ വേറൊരു വഴിയും കൂടിയുണ്ട്. അതായത് നമ്മളുള്ള സ്ഥലത്തെ അവകാശികൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല. മറ്റു നാടുകളിലെ അവകാശികൾക്ക് കൊടുത്താലും നമ്മുടെ സക്കാത്ത് വീടുമെന്ന് നമ്മുടെ മദ്ഹബിൽ തന്നെ പ്രബലമല്ലാത്തൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം പിടിച്ചുകൊണ്ട് മഹത്തുക്കളൊക്കെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതാത് നാടുകളിലെ അവകാശികൾക്ക് കൊടുക്കാൻ പ്രയാസമാവുന്നുണ്ടെങ്കിൽ, അവകാശികളെ കണ്ടെത്താൻ പ്രയാസമാവുന്നുണ്ടെങ്കിൽ മറുനാടുകളിലും നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകാം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുള്ള സ്ഥലത്ത് അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പ്രയാസമാവുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫിത്ർ സക്കാത്ത് നാടുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഭാര്യമാരെയും മറ്റുമൊക്കെ ഏൽപ്പിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് എന്നുള്ളതാണ്. അതിന് മുന്നേ വേറൊരു കാര്യം, ഇപ്പോൾ ചില സ്ത്രീകൾ പ്രസവ ആവശ്യങ്ങൾക്കോ മറ്റോ വേണ്ടി സാധാരണഗതിയിൽ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നവർ ഭാര്യ സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഭാര്യയുടെ വീടുള്ള ആ നാട്, ആ നാട്ടിലെ അവകാശികൾക്കാണ് ഭാര്യ പെരുന്നാളിൻ്റെ ദിനം ഈ സ്വന്തം വീട്ടിലാണെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. പെരുന്നാളിൻ്റെ നിലാവ് കാണുന്ന സമയം സ്വന്തം വീട്ടിലാണെങ്കിൽ ആ നാട്ടിലെ അവകാശികൾക്കാണ് അവരുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് നൽകുക എന്നുള്ളത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഭർത്താവ് ആ ഭാര്യയുള്ള നാട്ടിലെ അവകാശികൾക്ക് ഫിത്ർ സക്കാത്ത് നൽകുകയോ അല്ലെങ്കിൽ അവിടെ നൽകാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുകയോ ചെയ്യണം എന്നുള്ളതാണ്. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തതായി പറഞ്ഞിരുന്നത് കുട്ടികൾക്കും മരണപ്പെട്ടവർക്കും വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ചെറിയ പെരുന്നാളിൻ്റെ നിലാവ് കണ്ടതിന് ശേഷമാണ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ ആ കുട്ടിയുടെ മേലിൽ ഫിത്ർ സക്കാത്ത് ആ വർഷം കൊടുക്കേണ്ടതില്ല. അതിന് തൊട്ട് മുന്നേയുള്ള സമയത്ത് പ്രസവിക്കപ്പെട്ട കുട്ടികളുടെ മേലിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ റമദാൻ 29 പ്രസവിച്ച കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ മേലിലും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഉമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനക്ക് ഏതായാലും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല. ഇനി മരണപ്പെട്ടവർ, അതായത് ചെറിയ പെരുന്നാളിൻ്റെ നിലാവ് കണ്ടതിന് ശേഷമാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ മേലിൽ ഫിത്ർ സക്കാത്ത് നൽകണം. ചെറിയ പെരുന്നാൾ നിലാവ് കാണുന്നതിന് മുന്നേ മരണപ്പെട്ട വ്യക്തി, അതായത് റമദാൻ തുടക്കത്തിലോ അതിന് മുന്നേ ആയിട്ടോ മരണപ്പെട്ട വ്യക്തികൾ, അവരുടെ മേലിൽ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല. ആവശ്യം മനസ്സിലാക്കാം. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു ഏതാണോ അതാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. നമ്മുടെ നാട്ടിലാകുമ്പോൾ അരിയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. എത്തരത്തിൽ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ അരിയാഹാരം കഴിക്കാത്ത വ്യക്തിയാണെന്ന് വെക്കാം. ഞാൻ അരി കഴിക്കുന്നില്ല, മറ്റു ആഹാരങ്ങളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേ സമയത്ത് ഞാൻ താമസിക്കുന്ന നാട്ടിൽ അരിയാണ് പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു എങ്കിൽ അരി തന്നെയാണ് ഞാനും ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. നമ്മൾ അരി കഴിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല അവിടുത്തെ മാറ്റർ. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അരിയാണോ അല്ലേ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു ഏതാണ് അതാണ് നമ്മൾ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി എത്രയാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരാളുടെ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് ഒരു സ്വാഹ് അരിയാണ്. അപ്പോൾ ഒരു സ്വാഹ് എന്ന് വെച്ചാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ എന്ന് വെച്ചാൽ 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ 4 മുദ്ദ എന്ന് വെച്ചാൽ 4 × 800 3200 മില്ലി ലിറ്റർ. അതായത് 3200 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അപ്പോൾ 3 ലിറ്ററും 200 മില്ലി ലിറ്ററിനും സമാനമായ തൂക്കത്തിലുള്ള അരിയാണ് ഒരാളുടെ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. ഇങ്ങനെ പറയാനുള്ള കാരണം, ഇതിൻ്റെ കൃത്യമായ അളവാണ്, ഒരു സാഗ് അരിയുടെ കൃത്യമായ അളവാണ്
3 ലിറ്ററും 200 മില്ലി ലിറ്ററും എന്നുള്ളത്. അതേസമയം ഇതിൻ്റെ കൃത്യമായ തൂക്കം ഇത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അരികളുടെ ഇനങ്ങൾക്കനുസരിച്ച് തൂക്കത്തിൽ ചെറിയ വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തൂക്കം ഇത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആവശ്യം മനസ്സിലാക്കാം. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 3 ലിറ്ററും 200 മില്ലി ലിറ്ററിനും സമാനമായ തൂക്കത്തിലുള്ള അരിയാണ് ഒരാളുടെ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. ഇനി അത് എത്ര വരും എന്നുള്ളതാണ്. അത് ചില അരികൾ 2 കിലോ 600 ഗ്രാം, ചില അരികൾ 2 കിലോ 700 ഗ്രാം, ചില അരികൾ ചിലപ്പോൾ 3 കിലോ വരെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ആയിട്ട് 3 കിലോ പിടിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഒരല്പം കൂട്ടിക്കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം, ഒരു 3 കിലോയുടെ അകത്ത് മിക്ക അരികളും പെടുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ ഫിത്ർ സക്കാത്തായി നമുക്കൊരു 3 കിലോ പിടിക്കാൻ പറ്റുമെങ്കിൽ 3 കിലോ ഒരാളുടെ ഫിത്ർ സക്കാത്തായി കണക്കാക്കിയിട്ട് നമ്മൾ കൊടുക്കുക. അത് വളരെ നന്നാകും. ഇനി അതല്ല, ചില അരികൾ 2 കിലോ 600 ഗ്രാം എന്ന ആ തൂക്കത്തിൽ തന്നെ പെടും. അപ്പോൾ 2 കിലോ 600 ഗ്രാം കൊടുത്താലും ചില അരികൾ വീടും. ഏതായാലും അതിനേക്കാളും കുറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം 3 കിലോ വരെ ഒരാളുടെ ഫിത്ർ സക്കാത്തായി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ആവശ്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു 5 വ്യക്തികളുണ്ടെങ്കിൽ 3 കിലോയുടെ 5 കെട്ടാക്കിയിട്ട് 5 അവകാശികൾക്ക് കൊടുക്കാം. എന്നാൽ അതല്ല, ഒരേ അവകാശികൾക്ക് ഒന്നിലധികം കെട്ടുകളും നൽകാവുന്നതാണ്. ഇപ്പോൾ ഒരേ അവകാശിക്ക് 2 കെട്ടോ 3 കെട്ടോ അങ്ങനെ നൽകാവുന്നതുമാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ ഒരേ അവകാശികൾക്ക് ഒന്നിലധികം ആളുകളുടെ ഫിത്ർ സക്കാത്തും നൽകാവുന്നതാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഈ ഫിത്ർ സക്കാത്തായിട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു തന്നെ നൽകണം. ഇത് ക്യാഷായി നൽകാൻ പറ്റൂല. പലരുടെയും ചോദ്യമാണ് ഫിത്ർ സക്കാത്ത് ക്യാഷായി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് ക്യാഷായി കൊടുക്കാൻ പറ്റൂല. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലളിതമായ രൂപത്തിൽ ഇസ്ലാമിക് വിഷയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നാഫി അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു എഡ്ടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഹിക്മ എന്ന് പറഞ്ഞൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിലൂടെ നിസ്കാരം, ഉളു, കുളി, തയമ്മും, അതേപോലെ സക്കാത്ത്, ഹജ്ജ്, ഉംറ, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഡെയിലി ലൈഫിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ പറ്റും. 3 മാസം കൊണ്ട് ഡേ ബൈ ഡേ ക്ലാസ്സസ് അവൈലബിൾ ആവും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും ഉപയോഗപ്പെടുത്താം. ഒരിക്കൽ ജോയിൻ ചെയ്താൽ ലൈഫ് ടൈം ആക്സസ് ആണ്. എപ്പോൾ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്സസ് വരിക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ nafiacademy.com സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഈ പുണ്യ റമദാനിലും ശേഷവും നല്ല ഒരുപാട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു റിലീഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പറ്റുന്നൊരു സംഖ്യ നിങ്ങൾ അയച്ചു തരിക. അതിൻ്റെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ പേ നമ്പർ. അതിലേക്ക് നിങ്ങൾ അയച്ചു തരിക. ഏതായാലും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.